ഹായ് മക്കളെ, RTH മാത്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എടാ, ഇന്ന് നമ്മൾ 8ാം ക്ലാസ്സിലെ മൂന്നാമത്തെ ചാപ്റ്റർ സ്ക്വയർ ഐഡന്റിറ്റീസ് അഥവാ വർഗ സമവാക്യങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഞാൻ ഭയങ്കര ഡീറ്റെയിലിംഗ് ആയിട്ട് ഓപ്പണിംഗ് ഒന്നും പറയുന്നില്ല, നേരിട്ട് ഞാൻ ടോപ്പിക്കിലേക്ക് പോകും. മക്കളെ, രണ്ട് സംഖ്യകളുടെ തുകയുടെ വർഗം കണക്കാക്കാൻ വേണ്ടി പറയുന്നു. രണ്ട് നമ്പറുകളുടെ സമ്മിന്റെ സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറയും. കേട്ട് ടെൻഷൻ അടിക്കേണ്ട. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ മക്കളോട് ഇവിടെ ഒരു 10+2 സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്യാൻ പറയാം. നമ്മൾ യൂഷ്വലി ചെയ്യുന്ന ഒരു മെത്തേഡ്, നമ്മൾ 12 സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്തിട്ട് 144 എഴുതി വെക്കും. ഇതല്ലാത്തൊരു സെക്കൻഡറി മെത്തേഡിനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. ഇതല്ലാത്തൊരു മെത്തേഡിനെ കുറിച്ചാണ് പറയുന്നത്. ആ മെത്തേഡ് എങ്ങനെയാണ്? എടാ, ആദ്യത്തെ ആളുടെ സ്ക്വയർ എഴുതുക, വെച്ചാൽ 10ന്റെ സ്ക്വയർ, പ്ലസ് രണ്ടാമത്തെ ആളുടെ സ്ക്വയർ എഴുതുക, 2ന്റെ സ്ക്വയർ, പ്ലസ് 2 ഇൻറ്റു ഈ രണ്ട് നമ്പറുകളും മൾട്ടിപ്ലൈ ചെയ്യുക, 10 ഇൻറ്റു 2. ഇതാണ് അവർ പറയുന്ന മെത്തേഡ്. 10ന്റെ സ്ക്വയർ 100 നമുക്കൊക്കെ അറിയാലോ, 2ന്റെ സ്ക്വയർ 4 നമുക്കൊക്കെ അറിയാലോ, അല്ലേടാ? 2 ഇൻറ്റു 10 20, 20 ഇൻറ്റു 2 40. ഇതെല്ലാം കൂടി ആഡ് ചെയ്താലും നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും? 144 എന്ന് പറയുന്ന ഉത്തരം. ഇതാണ് സെക്കൻഡറി മെത്തേഡ്, രണ്ടാമത്തെ മെത്തേഡ്. അയ്യോ, ഇതിപ്പോൾ ടഫ് അല്ലേ, ഇതിനേക്കാളും എളുപ്പം എന്തുകൊണ്ടും ഈ പറയുന്ന മെത്തേഡ് അല്ലേ എന്നൊക്കെ നമുക്ക് തോന്നും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചോദ്യങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ അങ്ങനെ, പക്ഷെ വലിയ ചോദ്യങ്ങളിലേക്ക് വരുമ്പോൾ ഈ മെത്തേഡ് വളരെ ഈസി ഉള്ള മെത്തേഡായിട്ട് നമുക്ക് എന്ത് ചെയ്യും, മാറുന്നത് കാണാൻ വേണ്ടി പറ്റും. ഇന്ന് തന്നെ ചെയ്ത് നോക്കാം നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്കൊക്കെ പോകുമ്പോൾ. ഓക്കേടാ, ഞാനപ്പോൾ പഠിപ്പിച്ച ടോപ്പിക്കിനെ ഒരു ഇക്വേഷനിലേക്ക്, ഒരു ഓൾജിബ്രയിലേക്ക് പറയുകയാണെങ്കിൽ മക്കൾ എങ്ങനെയായിരിക്കും ഉണ്ടാവുക? പഠിച്ചു വെച്ചോളൂ. x+y ഹോൾ സ്ക്വയർ ഇസ് ഇക്വൽ ടു x² + y² + 2xy. x+y ഹോൾ സ്ക്വയർ ഇസ് ഇക്വൽ ടു x² + y² + 2xy. വളരെ എളുപ്പമാണ്. നമ്മൾ നേരത്തെ ചെയ്തപോലെ ആദ്യത്തെ നമ്പറിന്റെ സ്ക്വയർ, രണ്ടാമത്തെ നമ്പറിന്റെ സ്ക്വയർ, പിന്നെ 2 ഇൻറ്റു ഫസ്റ്റ് നമ്പർ ഇൻറ്റു സെക്കൻഡ് നമ്പർ. പരിപാടി കഴിഞ്ഞു. ഓക്കെ, ഇക്വേഷൻ ആയിട്ട് തന്നെ പഠിച്ചു വെച്ചോളൂ. മേ ബി ഈ 2 മാർക്കിന്റെ ചോദ്യത്തിലൊക്കെ ഈ x+y ഹോൾ സ്ക്വയർ ഇസ് ഇക്വൽ ടു x² + y² + ഡാഷ് എന്ന് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇക്വേഷൻ ആയിട്ട് തന്നെ പഠിച്ചു വെച്ചോളൂ. 1 മാർക്കിനുള്ള ഒരു സ്കോപ്പാണത്. ഞാൻ നേരിട്ടിട്ട് പേജ് നമ്പർ 40 ക്വസ്റ്റ്യനിലേക്ക് പോവാണ് കേട്ടോ. പേജ് നമ്പർ 40 ക്വസ്റ്റ്യനിലേക്ക് നേരിട്ട് പോവാണ്. 2 ഇക്വേഷൻ കൂടി എനിക്ക് പറയാനുണ്ട്. അത് ഞാൻ ആ ചോദ്യങ്ങളുടെ കൂടെ പറയാം. എല്ലാം കൂടെ ഒരുമിച്ച് പഠിച്ചത് നമുക്ക് അങ്ങോട്ട് ചെയ്തു പോയേക്കാം. 15ന്റെ സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്യാനാണ് മക്കളെ പറഞ്ഞിട്ടുള്ളത്. 15ന്റെ സ്ക്വയർ. അപ്പൊ നമുക്കറിയാം ഈ 15നെ നമുക്ക് ശരിക്കും ഏറ്റവും ഈസി ആയിട്ട് 10+5 എന്ന് മാറ്റി എഴുതിക്കൂടെടാ. ഇത് നമ്മൾ കാണാണ്ട് പഠിച്ച ആൾക്കാർക്ക് ഇതിന്റെ ആൻസർ ഒറ്റയടിക്ക് അറിയാം കേട്ടോ, 225 ആണ്. പക്ഷെ അതല്ല, നമുക്ക് നമ്മുടെ മെത്തേഡ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് മെത്തേഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് x+y ഹോൾ സ്ക്വയർ ഇസ് ഇക്വൽ ടു x² + y² + 2xy. ആദ്യത്തെ ആളുടെ സ്ക്വയർ പ്ലസ് രണ്ടാമത്തെ ആളുടെ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു ഫസ്റ്റ് ആൾ ഇൻറ്റു സെക്കൻഡ് ആൾ. അങ്ങനെയാണല്ലോ. ആദ്യത്തെ ആളുടെ സ്ക്വയർ അപ്പം ഞാൻ 10² എഴുതി, രണ്ടാമത്തെ ആളുടെ സ്ക്വയർ അപ്പം ഞാൻ 5² എഴുതി, 2 ഇൻറ്റു ആദ്യത്തെ ആളെ ഇൻറ്റു രണ്ടാമത്തെ ആള്. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു 10² 100 ആണ്, 5² 25 ആണ്, 2 ഇൻറ്റു 10 ആരാ മക്കളെ 20 ആണ്, 20 ഇൻറ്റു 5 ആരാ മക്കളെ 100 ആണ്. അപ്പോൾ 100 വീണ്ടും എഴുതി, വിച്ച് ഈസ് ഈക്വൽ ടു 100 കൂട്ടിയ 200 കൂടെ 25 കൂട്ടിയ 225. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക മക്കളെ, ആൻസർ എഴുതേണ്ടത്. സിമ്പിൾ പരിപാടിയല്ലേ? ശരി, ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കി നോക്കാം. 25ന്റെ സ്ക്വയർ ആൻസറൊക്കെ കാണാണ്ട് നമുക്ക് കാണാൻ ഒരു 1 മുതൽ 30 വരെയുള്ള സ്ക്വയേഴ്സ് കാണാണ്ട് പഠിക്കണം കേട്ടോ. ശരിക്കും 25ന്റെ സ്ക്വയർ ഒക്കെ കാണാണ്ട് പറയാൻ ഭയങ്കര എളുപ്പം. 625. പോരാത്തതിന് ഈ 5ൽ എൻഡ് ചെയ്യുന്ന നമ്പറുകൾക്ക് സ്ക്വയേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു സിമ്പിൾ ടെക്നിക്ക് ഓൾറെഡി നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് പഠിച്ചിട്ടാണ് വരുന്നത്. ഇനിയിപ്പോൾ അന്ന് ആ ടെക്നിക്ക് പഠിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാനൊരു റീൽ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ലിങ്ക് എന്ത് ചെയ്യും മക്കൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തൊട്ട് മുകളിൽ ഈ വീഡിയോ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മക്കൾക്ക് അത് ക്ലിക്ക് ചെയ്യുന്ന ഓപ്ഷൻ പോലെ മുകളിൽ എന്ത് ചെയ്തേക്കാം, കൊടുത്തു വെച്ചേക്കാം. 25ന്റെ സ്ക്വയർ നമുക്ക് അയാളൊന്ന് മാറ്റി എഴുതാം. 20 + 5 ഹോൾ സ്ക്വയർ. അപ്പം നമ്മൾ എങ്ങനെ എഴുതണം? ആദ്യത്തെ ആളുടെ സ്ക്വയർ പ്ലസ് രണ്ടാമത്തെ ആളുടെ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു ആദ്യത്തെ ആള് ഇൻറ്റു രണ്ടാമത്തെ ആള്. 20യുടെ സ്ക്വയർ നമുക്ക് അറിയാറാണ് 400 ആണ്. 5ന്റെ സ്ക്വയർ നമുക്ക് അറിയാം 25 ആണ്. 2 ഇൻറ്റു 5 10 ആണ്. 10 ഇൻറ്റു 20 ചെയ്താൽ 200 കിട്ടുക. അപ്പോൾ ഇതെല്ലാം കൂടി ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ 625. പരിപാടി കഴിഞ്ഞു. അടുത്ത് നോക്കണം, 33ന്റെ സ്ക്വയർ ചെയ്ത് നോക്കാം. നമ്മൾ ഇയാളെ മാറ്റി എഴുതുന്നു 30 + 3 ഹോൾ സ്ക്വയർ. അല്ലേടാ, ആദ്യത്തെ ആളുടെ സ്ക്വയർ പ്ലസ് രണ്ടാമത്തെ ആളുടെ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു ആദ്യത്തെ ആള് ഇൻറ്റു രണ്ടാമത്തെ ആള്. സെറ്റ് അല്ലേ? നോക്കാം. 30ന്റെ സ്ക്വയർ 900 ആണ്. 3ന്റെ സ്ക്വയർ 9 ആണ്. നോക്കടാ, 2 ഇൻറ്റു 30 60 ആണ് അല്ലെ? 60 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ 180 ആണ്. ആണല്ലോ? അപ്പൊ ഇയാളെല്ലാരും കൂടി നമുക്ക് പിടിച്ചൊന്ന് ആഡ് ചെയ്ത് കളയാം. 1089 വിൽ ബി ദ റിസൾട്ട്. 1089 ആണ് അവിടെ റിസൾട്ട് ആയിട്ട് വരേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയടാ, 5 1/2 ഹോൾ സ്ക്വയർ. ഇയാൾ നമ്മൾ എങ്ങനെയായിരിക്കും മാറ്റി എഴുതുന്നുണ്ടാവുക മക്കളെ? 5 +
1/2 എന്നായിരിക്കും അയാൾ നമ്മൾ മാറ്റി എഴുതുന്നുണ്ടാവും. ആണോ അല്ലേടാ? നമ്മൾ പഠിച്ച മെത്തേഡിൽ ഇയാളെ ചെയ്യാട്ടോ, ചെയ്യാണ്ടിരിക്കാൻ പറ്റാത്തല്ല. പക്ഷേ ഈ 1/2 ആണ് നമ്മൾ നോക്കിയാൽ 1/2 ആണ് രണ്ടാമത്തെ ആളായിട്ട് വരുന്നതെങ്കിൽ അയാൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ഈസി ഇക്വേഷൻ പഠിപ്പിച്ചു തരാം മക്കളെ. ഇവിടെ നോക്കിയോ, ടെക്സ്റ്റിലുള്ള ആൾ തന്നെയാണ്. ഇവിടെ നോക്കണം, അതിങ്ങനെയാണ്. x+1/2 ആണ് ഇക്വേഷൻ എന്ന് വിചാരിക്കും. വൈക്ക് പകരം ഒരു 1/2 ആണ് അവിടെ ഇരിക്കുന്നതെന്ന് വിചാരിച്ചോ. x+1/2 അങ്ങനെയാണ് ഇക്വേഷൻ. എങ്ങനെയാണടാ? x² + x+1/4 പഠിച്ചു വയ്ക്കണേ മക്കളെ. ഇക്വേഷൻ x+1/2 = x² + x+1/4 x² + x+1/4. ഇവിടെയാണെങ്കിൽ എങ്ങനെയായിരിക്കും മക്കൾ നോക്കിയോടാ? ഇതേ ഫോർമാറ്റിലല്ല ഇയാൾ നോക്കി നോക്ക്. 5/1/2 x1/2 അപ്പോൾ എങ്ങനെയായിരിക്കും മക്കൾ എഴുതുന്നുണ്ടാവുക? 5² + 5 + 1/4 ഒറ്റ സ്റ്റെപ്പിൽ ആൻസറായി. 25 + 5 + 1/4. നമുക്കത് ചെയ്താൽ കിട്ടേണ്ട ആൻസർ 31/4 ആയിരിക്കും. ഒറ്റയടിക്ക് നമുക്ക് എന്ത് ചെയ്യുന്ന കിട്ടുന്ന ആളെന്ന് പറയുന്നത്, ആൻസർ എന്ന് പറയുന്ന ആൾ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി നോക്കാം. എടാ 10/1/2 നമ്മളിപ്പോൾ പഠിച്ചിട്ടേ ഉള്ളൂ. അയാൾ നമ്മളെങ്ങനെ മാറ്റി എഴുതും മക്കളെ? 10 + 1/2 എന്ന് മാറ്റി എഴുതും അല്ലേടാ? നമുക്കറിയാം ആദ്യത്തെ ആളുടെ സ്ക്വയർ അല്ലേ. x+1/2 നമ്മൾ പഠിച്ചത് എന്താ? x² + x+1/4. അപ്പോൾ അടുത്ത് നമ്മൾ എക്സ് എഴുതണം. അപ്പോൾ 10 + 1/4 അല്ലടാ. 10ൻ്റെ സ്ക്വയർ 100, 10 1/4. അപ്പോൾ എങ്ങനെയാണ് മക്കൾ ആൻസർ ഉണ്ടാവുക? 110/1/4 ആയിരിക്കും ഇവിടെ റിസൾട്ടായിട്ട് വരും. 110/1/4. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി നോക്കാം നമുക്ക്. 25/1/2 സെയിം പരിപാടി തന്നെയാടാ. നമ്മളെങ്ങനെ എഴുതുന്നുടാ? 25 + 1/2 അല്ലേ. നമ്മൾ 25ൻ്റെ സ്ക്വയർ എഴുതുന്നു, 25 എഴുതുന്നു, എന്നിട്ട് 1/4 കൊടുക്കുന്നു. ആണോ? സെയിം ഇക്വേഷൻ വെച്ച് കോപ്പി വേറെ ഒന്നുമില്ലടാ. 25ൻ്റെ സ്ക്വയർ 625 ആണ്. അതിൻ്റെ കൂടെ 25 ആഡ് ചെയ്യണം, 1/4 വരണം. അപ്പോൾ ഇതൊക്കെ കൂടി ആഡ് ചെയ്ത് നമുക്ക് അവസാനം കിട്ടുക 651/4 എന്ന് പറയുന്നതായിരിക്കും റിസൾട്ട്. 651/4. അടുത്ത സാധനം നോക്കിയേ, അതിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ട് കേട്ടോ. 1/2 അല്ല അവിടെ, 1/2 അല്ല അവിടെ. പക്ഷെ വേറൊരു സിമിലാരിറ്റി ഉണ്ട്. നോക്കട്ടെ, ഇയാൾ തന്നെയല്ല ഇവിടെ വന്നിരിക്കുന്നത്. ഈ കാണുന്ന ആളെ തന്നെയല്ലേ മക്കൾക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ അയാൾക്ക് കണക്കാക്കിയിട്ടും ഞാൻ എന്ത് ചെയ്യാം, മക്കൾക്ക് ഒരു ഇക്വേഷൻ പഠിപ്പിച്ചിട്ട് അങ്ങനെ ഒരു പ്രോപ്പർട്ടി കൂടി ഉണ്ട്. പഠിച്ചു വെച്ചോ. അയാൾ എങ്ങനെയാണ്? x+1/x കണ്ടോ, അവിടെ രണ്ടാൾക്കാർ സെയിം ആട്ടോ. x+1/x² = x+1/x² x² + 1/x² + 2. ഇതാണ് അതിൻ്റെ ഇക്വേഷൻ കേട്ടോ. ഇതാണ് അതിൻ്റെ ഇക്വേഷൻ. x+1/x² = x² + 1/x² + 2. നമുക്കൊന്ന് എഴുതി നോക്കാം ഇവിടെ എങ്ങനെയാണ് എഴുതേണ്ടാവുക. അത് ഈ കാണുന്ന ആളെ എങ്ങനെയാണ് മാറ്റി എഴുതേണ്ടത് നമുക്കറിയാം. 5 + 1/5 എന്ന് അയാളെ മാറ്റി എഴുതുന്നുണ്ടാവുക. ആണോ അല്ലേ മക്കളെ? അപ്പോൾ അയാൾ നമ്മൾ എഴുതുന്ന ഫോർമാറ്റ് എങ്ങനെയായിരിക്കും ഉണ്ടാവുക? പറയടാ. 5² + 1/5² + 2 ഇങ്ങനെ നമ്മൾ മാറ്റി എഴുതാം. ഓക്കെ. 5² 25 ആണ്, + 1/25 ആണ്, +2. ആൻസർ അവസാനം 27/1/25 റിസൾട്ട് കിട്ടുന്നുണ്ട്. 27/1/25. സിമ്പിളായിട്ടുള്ള പരിപാടിയാണ്. വളരെ 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 ഈസി. അപ്പോൾ ബിഫോർ ദാറ്റ് നമ്മൾ ഏതൊക്കെ ഇക്വേഷനാണ് ഇപ്പോൾ പഠിച്ചത് എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുന്നുണ്ടെടാ, ഇവിടെ നോട്ട് ചെയ്യുന്നുണ്ട്. ഒരുമിച്ചൊന്ന് നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. നമുക്കൊന്ന് നോക്കി നോക്കാം മക്കളെ. എടാ ഏറ്റവും ആദ്യം പഠിച്ചത് x+y² ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു x² + y² + 2xy. ഇതാണ് നമ്മൾ ഏറ്റവും ആദ്യം ചെയ്ത പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻ. അടുത്ത ആൾ മക്കൾ കണ്ടത് ഓർക്കുന്നുണ്ടല്ലോ. x+1/2 ആണെങ്കിൽ എങ്ങനെയാണ് മക്കളെ മാറുക? x² + x + 1/4 എന്നായിരിക്കും മാറുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരാളെയും കൂടെ കണ്ടുവിടുക. ആരാടാ? x+1/x² ആണെങ്കിൽ അയാൾ എങ്ങനെയായിരിക്കും? x² + 1/x² + 2. ഇതാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള മൊത്തം ഇക്വേഷനുകളുടെ കളക്ഷൻ. ഓക്കെ ആണല്ലോ? സെറ്റ് അല്ലേ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കണം. കേൾക്കുമ്പോൾ ഭയങ്കര വലിയ ക്വസ്റ്റ്യൻ ആയിട്ട് കേട്ടോ ഇയാൾ തോന്നുമ്പോൾ എന്തോ വലിയ സിമ്പിൾ പരിപാടിയാണ്. നോക്കാം. ഇൻ ജനറൽ, ഐഡന്റിറ്റി ഓൺ ദ സ്ക്വയർ ഓഫ് സം ഓഫ് 2 numbers, വാട്ട് കേസ് ഡു വി ഗെറ്റ് ബൈ ടേക്കിംഗ് വൺ ഓഫ് ദ നമ്പേഴ്സ് ആസ് 2? അതുവരെ ബാക്കി കാൽക്കുലേഷനിലേക്ക് പിന്നെ പോകാം. തുകയുടെ വർഗ്ഗത്തെക്കുറിച്ചുള്ള പൊതുതത്വത്തിൽ ഒരു സംഖ്യ 2 എന്നെടുത്താൽ കിട്ടുന്ന ഉപതത്വം എന്താണ്? എടാ നമ്മൾ ശരിക്കും എക്സും വൈയും x+y ഹോൾ² ഒക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ x² + 2x അതിൻ്റെയൊക്കെ ജനറൽ ഫോർമാറ്റ് ഇക്വേഷനായിട്ട് നമ്മൾ പഠിച്ചല്ലോ. ഇതിപ്പോൾ എക്സും വൈയും രണ്ട് നമ്പറുകളല്ലേ നമ്മളെടുത്ത്. ഇതിൽ ഒരു നമ്പർ എക്സ് തന്നെ ആയിരിക്കട്ടെ, വേറൊരു നമ്പർ 2 ആണെങ്കിൽ അതിൻ്റെ ജനറൽ ആയിട്ടുള്ള അല്ലെങ്കിൽ അവിടുത്തെ ഐഡൻറ്റിറ്റി എന്താണ്, അവിടുത്തെ ജനറൽ ആയിട്ടുള്ള ഇക്വേഷൻ എന്താണെന്ന് നമ്മളോട് ചോദിച്ചിട്ടില്ല. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് അറിയാമല്ലോ എന്താ സംഭവം എന്നുള്ളത്, എന്താ അവിടെ ചെയ്താൽ കിട്ടുക എന്നുള്ളത് അറിയാമല്ലോ. എടാ
ഫോർ എക്സാമ്പിൾ എക്സ് പ്ലസ് വൈക്ക് പകരം ഞാൻ 2 ഹോൾ സ്ക്വയർ എന്ന് എഴുതാൻ വേണ്ടി തീരുമാനിച്ചു. കാരണം അവർക്ക് വേണ്ടത് ഏതെങ്കിലും ഒരു നമ്പർ 2 ആവണമെന്ന് പറഞ്ഞല്ലോ, നമ്മൾ ഒരു നമ്പർ 2 ആക്കിയല്ലോ. അങ്ങനെയാണെങ്കിൽ മക്കൾ ആലോചിച്ച് നോക്കടാ, ആദ്യത്തെ ആളുടെ സ്ക്വയർ പ്ലസ് രണ്ടാമത്തെ ആളുടെ സ്ക്വയർ ഇൻറ്റു 2 ഇൻറ്റു ആദ്യത്തെ ആൾ ഇൻറ്റു രണ്ടാമത്തെ ആൾ. ഇങ്ങനെയാണല്ലോ ഉണ്ടാവുക. നോക്കടാ, സംശയം വേണ്ട. ആദ്യത്തെ ആളുടെ സ്ക്വയർ, രണ്ടാമത്തെ ആളുടെ സ്ക്വയർ, 2 ഇൻറ്റു ആദ്യത്തെ ആളിതാ, രണ്ടാമത്തെ ആളിതാ. ഓക്കെ, നമ്മൾ നേരത്തെ പഠിച്ച സെയിം സാധനം എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ ഇസിക്വൽ ടു വൈക്ക് പകരം ഇവിടെ ആരെ കൊടുത്തു എന്ന് മാത്രം മക്കളെ, 2 കൊടുത്തു എന്ന് മാത്രം. വേറൊരു വ്യത്യാസം നമ്മൾ ചെയ്തിട്ടില്ല. നമുക്ക് ഓരോ ആളുകളായിട്ട് എഴുതാം. എക്സ് സ്ക്വയറിന് അങ്ങനെ തന്നെ എഴുതി, കാരണം അയാളുടെ വാല്യൂ നമുക്ക് അറിഞ്ഞിട്ടുണ്ടല്ലോ. 2 സ്ക്വയർ പകരം ഞാൻ 4 എന്ന് എഴുതുന്നുണ്ട്. 2 ഇൻറ്റു 2 4 ആണ്, അയാൾ ഇൻറ്റു എക്സ്. അപ്പോൾ ആരായിരിക്കും വരുന്നുണ്ടാവുക മക്കളെ? 4x. അപ്പോൾ ഇതാണ് അയാളുടെ ജനറൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, ജനറൽ തിയറി എന്ന്, അല്ലെങ്കിൽ ഒരു ഇക്വേഷൻ ഫോർമാറ്റിലാക്കാൻ പറഞ്ഞു. നമ്മൾ ഐഡൻറ്റിറ്റി ആയിട്ട് തന്നെ കണ്ടുവച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് അയാളെ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് ഓരോ ആൾക്കാരായിട്ട് ചോദിച്ചു നോക്കാം. ഇനി നമ്മളോട് പറയുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി നോക്കാം. 22ൻ്റെ സ്ക്വയർ ആരാന്ന് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറയുന്നത്. നമുക്ക് നോക്കി നോക്കാം. 22ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അയാൾ നമ്മൾ എങ്ങനെ മാറ്റി എഴുതൂടാ? 20 + 2 ഹോൾ സ്ക്വയർ. അത്തരത്തിലുള്ള ആളുടെ ഇക്വേഷൻ എങ്ങനെയാണ് മാറ്റി എഴുതേണ്ടത് എന്നുള്ള ധാരണ നമ്മളെ കയ്യിൽ കിട്ടിയല്ലോ അല്ലേ? എക്സ് സ്ക്വയർ ആദ്യത്തെ ആളുടെ സ്ക്വയർ, അപ്പോൾ നമ്മൾ എന്ത് എഴുതും? 20 സ്ക്വയർ പ്ലസ് അതിൻ്റെ കൂടെ ആരുണ്ടടാ? ഒരു 4 ഉണ്ട്, പ്ലസ് 4 ഇൻറ്റു ആരാ മക്കളെ? 20 ആണ് അവിടെ കൊടുക്കേണ്ടത്. ആയിക്കോട്ടെ, 20ൻ്റെ സ്ക്വയർ 400 പ്ലസ് 4 അതും എഴുതി വെച്ചിട്ടുണ്ട്. 4 ഇൻറ്റു 20 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 80 ആണ്. അപ്പോൾ ആൻസർ പറഞ്ഞിട്ട് 484. സിമ്പിൾ പരിപാടി. 484 വിൽ ബി ദ റിസൾട്ട്. അടുത്ത ആളാരാ ചോദിച്ച മക്കളെ? 52ൻ്റെ സ്ക്വയർ. ആയിക്കോട്ടെ, കാൽക്കുലേറ്റ് ചെയ്യാം. 52ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അയാളെ എങ്ങനെ മാറ്റി എഴുതടാ? 50 + 2 ഹോൾ സ്ക്വയർ എന്ന് നമ്മൾ മാറ്റി എഴുതും. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ആളുടെ സ്ക്വയർ പ്ലസ് 4 പ്ലസ് 4 ഇൻറ്റു എക്സ് എന്നല്ലേ? എക്സിന് പകരം നമ്മൾ ആരെ കൊടുക്കണം? 50 കൊടുക്കണം. എടാ, ഇത് മക്കൾ കാണാതെ പഠിക്കേണ്ട കേട്ടോ. കാണാതെ പഠിക്കാൻ ഈ പറഞ്ഞിട്ടുള്ള 3 ആൾക്കാരെ തന്നെ കാണാതെ പഠിച്ചു വെച്ചാൽ മതി. ഇതൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് നമുക്ക് സോൾവ് ചെയ്തെടുത്തിട്ട് ഒരു സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് ചോദിക്കാനുള്ള സാധ്യത മാത്രം. നേരത്തെ 3 ഇക്വേഷൻ്റെ അത്രയും പ്രാധാന്യം മക്കൾ എന്ത് ചെയ്യേണ്ട? ഇവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എഴുതി വെക്കടാ. 50 സ്ക്വയർ അല്ലേ അടുത്തത്? 50ൻ്റെ സ്ക്വയർ നമുക്കറിയാം 2500 ആണ് വരിക. പ്ലസ് 4 പ്ലസ് അവിടെ ആരാ ഉള്ളതടാ? 100 ചെയ്യണം. അങ്ങനെ നമ്മളെല്ലാം കൂടെ ആഡ് ചെയ്ത് വരുമ്പോഴേക്കും 4 ഇൻറ്റു 50 100 അല്ല കേട്ടോ, സോറി 200 ആണ്. അങ്ങനെ നമ്മളെല്ലാം കൂടി ചെയ്ത് വരുമ്പോഴേക്കും 2704 2704 ആണ് അവിടെ റിസൾട്ടായിട്ട് വരുന്നത്. സെറ്റ് അല്ല പരിപാടി? സിമ്പിൾ പരിപാടി. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചെറിയ ട്വിസ്റ്റ് ഉണ്ട്. 25ൻ്റെ സ്ക്വയർ തന്നിട്ടുണ്ട്, എന്നിട്ട് 27 എത്രയാണെന്ന് ചോദിച്ചു. നമുക്ക് പരിഹരിക്കാം. അങ്ങനെയാണെങ്കിൽ എളുപ്പമല്ല നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. നോക്കടാ, അപ്പോൾ നമ്മൾ ഈ 27 സ്ക്വയറിനെ നമുക്ക് ഓൾറെഡി 25 അവിടെ തന്നുകൊണ്ട് നമ്മൾ എങ്ങനെ മാറ്റി എഴുതുന്നു മക്കളെ? 25 + 2 ഹോൾ സ്ക്വയർ എന്ന് മാറ്റി എഴുതി. ഈ ക്വസ്റ്റ്യന് വേണ്ടിയിട്ടാണ്. അതല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ തന്നില്ലായിരുന്നു നമ്മൾ, എനിക്ക് തോന്നുന്നു മാക്സിമം നമ്മൾ എഴുതാൻ സാധ്യതയുള്ളത് 20 + 7 ഹോൾ സ്ക്വയർ ആയിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ എഴുതാം. ആദ്യത്തെ ആളുടെ സ്ക്വയർ 25ൻ്റെ സ്ക്വയർ എഴുതി മക്കളെ. അത് കഴിഞ്ഞിട്ട് 4 കൊടുത്തു. അത് കഴിഞ്ഞിട്ട് 4 ഇൻറ്റു ആരെ കൊടുക്കാണ്ടാവും ഇവിടെ? 25 ആയിരിക്കും അവിടെ നമുക്ക് എന്ത് ചെയ്യാനുണ്ടാവും മക്കളെ? കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ട്. വിച്ച് ഇസ് ഈക്വൽ ടു 625 + 4 പ്ലസ് ആരാടാ ഉണ്ടാവുക? 100 ആയിരിക്കും നമുക്ക് അവിടെ ചെയ്യാനുണ്ടാവുക. എല്ലാം കൂടി ആഡ് ചെയ്ത് വന്ന് നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് 729. സിമ്പിൾ പരിപാടിയാണ്, അതും തീർന്നു. വെരി സിമ്പിൾ. എടാ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നന്നായി വായിച്ചു നോക്കണം കേട്ടോ. നോക്കേ, 43ൻ്റെ സ്ക്വയർ വന്നിട്ട് അടുത്ത ആളുടെ സ്ക്വയർ ആരാന്നാണ് ചോദിച്ചത്. ഓക്കെ, അപ്പോൾ എക്സ് എന്ന് പറയുന്ന ഒരു നമ്പർ തന്നിട്ട് അതിനേക്കാൾ ഒന്ന് കൂടുതലുള്ള നമ്പറാണ് ചോദിച്ചതെന്ന് സാർ. അപ്പോൾ ആദ്യം നമുക്ക് അത് കാൽക്കുലേറ്റ് ചെയ്യണം. എക്സ് + 1 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? 1 എന്ന് പറയുന്നത് ആർക്ക് പകരമുള്ള ആളാണെടാ? വൈക്ക് പകരമുള്ള ആളാണെന്ന് ആലോചിച്ചോ. അപ്പോൾ ആദ്യത്തെ ആളുടെ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിന് പകരം ഇവിടെ ഞാൻ 1 സ്ക്വയർ എന്ന് എഴുതുന്നു. 2 ഇൻറ്റു എക്സ് ഇൻറ്റു 1 ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. എക്സ് സ്ക്വയർ അങ്ങനെ ഇരിക്കട്ടെ. 1 സ്ക്വയർ 1 ആണ്. 2 ഇൻറ്റു 1 2 ആണ്. അപ്പോൾ ഞാൻ അവിടെ 2x എഴുതി. ഓക്കെ, അപ്പം നമുക്ക് ഈ കാണുന്ന 44ൻ്റെ സ്ക്വയർ ചോദിച്ചുകൊണ്ട് നമുക്ക് അയാൾ എങ്ങനെ മാറ്റി എഴുതാടാ? 43 + 1ൻ്റെ സ്ക്വയർ. നോക്കണം, അയാൾ ഇതേപോലെ. ഓക്കെ, ആദ്യത്തെ ആൾ ആരാ മക്കൾ എഴുതേണ്ടത്? ഓരോ ആളുകളായിട്ട് നമുക്ക് നോക്കി എഴുതാം. ആദ്യത്തെ ആൾ എക്സിൻ്റെ സ്ക്വയർ. എടാ, ഇയാളാണ് എക്സ്, ഇയാളാണ് 1 ആണല്ലോ. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. ആദ്യത്തെ ആൾ നമ്മൾ എക്സിൻ്റെ സ്ക്വയർ. അപ്പോൾ നമ്മളിവിടെ എന്ത് എഴുതുന്നു? 43ൻ്റെ സ്ക്വയർ എന്ന് എഴുതുന്നു. പ്ലസ് 1 കൊടുക്കണം. 2 ഇൻറ്റു എക്സിന് പകരം 43 കൊടുക്കണം. 43ൻ്റെ സ്ക്വയർ നമ്മൾ മെനക്കെട്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ട. അയാൾ തന്നിട്ടുണ്ട് 1849 ആണെന്നുള്ള കാര്യം. പ്ലസ് 1 2 ഇൻറ്റു 43 ചെയ്താൽ 86 കിട്ടുക. അപ്പോൾ ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് വരുന്ന സമയത്ത് അവസാനം നമുക്ക് കിട്ടേണ്ട ഉത്തരം എന്ന് പറയുന്നത് 1936 എന്ന് പറയുന്നതാണ്. സിമ്പിൾ പരിപാടിയാണ്.
അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. എടാ ഞാൻ അടുത്തത് നോക്കണം. 46ൻ്റെ സ്ക്വയർ എത്രയാണ് ചോദിച്ചിട്ടുള്ളത്? 44 കഴിഞ്ഞിട്ട് 2 ആൾ കഴിഞ്ഞിട്ടുള്ള ആളാണ്. ഈ 2 ആൾ കഴിഞ്ഞിട്ടുള്ള ആൾ എന്ന് പറയുമ്പോൾ x+2 ഹോൾ സ്ക്വയർ ആണ്. ഇത് ശരിക്കും സോൾവ് ചെയ്തെടുക്കണം. പക്ഷെ നമ്മൾ ഓൾറെഡി നേരത്തെ അവിടെ ചെയ്തു വെച്ച സാധനമായതുകൊണ്ട് ഞാൻ കോപ്പി അടിക്കുന്നുണ്ട്. x² പ്ലസ് ആരാടാ 4+4x അതുപോലെ കൂടെ കോപ്പി അടിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടുത്തെ കേസിൽ നമ്മളോട് 46 ആയത് ചോദിച്ചതിനെ കൊണ്ട് നമ്മൾ എങ്ങനെ എഴുതുന്നുണ്ട്? 44 നമ്മളെ കയ്യിലുണ്ടായിരുന്നു. 44+2 ഹോൾ സ്ക്വയർ. അപ്പോൾ എങ്ങനെയാണ് എഴുതുക? 44ൻ്റെ സ്ക്വയർ പ്ലസ് ഒരു 4 കൊടുക്കുന്നുണ്ട്. 4 ഇൻറ്റു എക്സിന് പകരം 44 അവിടെ കൊടുക്കണം. ഓക്കെ, ഈ 44ൻ്റെ സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ മെനക്കെടേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഓൾറെഡി ഇവിടെ ചെയ്ത് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. തൊട്ട് മുന്നത്തെ സ്റ്റെപ്പിൽ അല്ലേ, ഇതാ ഈ കാണുന്ന സ്ഥലത്ത് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അയാൾ അവിടെ എഴുതുന്നു 1936 പ്ലസ് 4 പ്ലസ് എനിക്ക് എന്താ എനിക്ക് ചെയ്യാനുണ്ടാവുക? ആ കാണുന്ന 4 ഇൻറ്റു 4 176 ആണ്. ഇനി നമുക്ക് ഈ കാണുന്ന എല്ലാവരെയും കൂടി ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇവരെല്ലാവരും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടേണ്ട ആൻസർ എന്ന് പറയുന്നത് 2116 ആണ്. പരിപാടി കഴിഞ്ഞു. അതോടുകൂടെ ആ ടോപ്പിക്കിലുള്ള ഫസ്റ്റ് സെറ്റിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് മക്കളെ? ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയണം.